നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല രൂപത്തിലല്ല 2024 അവസാനിക്കുന്നത്. 2024-25 സീസണിലെ ടെസ്റ്റ് മത്സരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ടീം ഇന്ത്യക്ക് നാണക്കേടിൻ്റെ കണക്കാണ്. നോക്കുക, ഇപ്പോൾ ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ 2024 പകുതിക്ക് ശേഷമുള്ള മത്സരങ്ങളുടെ കണക്കാണ്. അതാണ് 2024-25 സീസൺ എന്ന് പറയുന്നത്. ഈ സീസണിൽ 5 ടെസ്റ്റ് മത്സരങ്ങൾ നമ്മളിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു സീസണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ പരാജയപ്പെട്ട കണക്ക് 1999-2000 5 ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ തോറ്റിരുന്നു. ഇപ്പോൾ അതിന് ഈക്വലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ കീഴിലാണ് മോസ്റ്റ് ലോസസ് ഇൻ എ സീസൺ എന്ന ഒരു മോശം റെക്കോർഡ് ടീം ഇന്ത്യ ഇട്ടിരുന്നത്. ഇപ്പോൾ അതിനോടൊപ്പം രോഹിത് ശർമ്മയുടെ കീഴിലും 5 ടെസ്റ്റ് മത്സരങ്ങൾ ഈ ഒരു സീസണിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് നോക്കുക, 160 താഴെ സ്കോറുമായിട്ട് ഇന്ത്യൻ ടീം ഓൾ ഔട്ടായത് 2024 എത്ര വട്ടമാണെന്നറിയാമോ? 6 വട്ടമാണ്. ഇതും ജോയിൻറ്റ് മോസ്റ്റാണ്. ഒരു കലണ്ടർ ഇയറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ 160 താഴെ ഓൾ ഔട്ടായതിൽ ഇത് ജോയിൻറ്റ് മോസ്റ്റാണെന്ന് പറയുമ്പോൾ 1952-ലും 1959-ലുമാണ് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ഒരു ദുരവസ്ഥ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോളിങ് ചീപ്ലി. ഏറ്റവും അധികം തവണ സിംഗിൾ ഡിജിറ്റിന് ഒരു ടെസ്റ്റ് സീസണിൽ ഔട്ടായിട്ടുള്ള താരങ്ങൾ. അപ്പോൾ ടോപ്പ് 7 ബാറ്റേഴ്സിൻ്റെ കണക്കെടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാലറ്റക്കാരല്ല, ടോപ്പ് 7 കളിക്കുന്ന ബാറ്റർമാരിൽ ഒരു സീസണിൽ ഏറ്റവും അധികം തവണ 2 അക്കം കാണാതെ പുറത്തായത്, ഒറ്റ അക്കത്തിൽ പുറത്തായത് ആരാ? രോഹിത് ശർമ്മയാണ്. ഇപ്പോൾ ഈ സീസണിൽ 15 ഇന്നിങ്സുകളിൽ 10 തവണയും അദ്ദേഹം സിംഗിൾ ഡിജിറ്റിനാണ് ഔട്ടായത്. ഈ കാര്യത്തിൽ രണ്ടാമത് വിരാട് കോഹ്ലിയുമുണ്ട്. 17 ഇന്നിങ്സുകളിൽ നിന്ന് 9 തവണ അദ്ദേഹം സിംഗിൾ ഡിജിറ്റിന് ഔട്ടായിട്ടുണ്ട്. നേരത്തെ പല വമ്പന്മാരും ഇങ്ങനെയൊക്കെ വീണ് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. അപ്പം വെങ്സാർക്കർ 20 ഇന്നിങ്സുകൾ കളിച്ചിട്ട് 1982-83 സീസണിൽ 9 തവണ സിംഗിൾ ഡിജിറ്റിന് ഔട്ടായിരുന്നു. ഗാരി കേർസ്റ്റൻ 96-97 18 ഇന്നിങ്സിൽ നിന്ന് 9 തവണ സിംഗിൾ ഡിജിറ്റിൽ ഔട്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ 2003-2004 15 ഇന്നിങ്സുകൾ കളിച്ചിട്ട് 9 തവണ സിംഗിൾ ഡിജിറ്റിന് ഔട്ടായിരുന്നു. എന്തായാലും അതിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ ഇത് റെക്കോർഡാണ്, ഒരു സീസണിൽ ഏറ്റവും അധികം തവണ സിംഗിൾ ഡിജിറ്റിന് ഔട്ടായ ബാറ്റർ അത് രോഹിത് ശർമ്മയാണ്. നാണക്കേടിൻ്റെ ഒരു റെക്കോർഡ്. ഇനി രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ആവറേജ് നോക്കുക. 15 ഇന്നിങ്സുകൾ കഴിയുമ്പോൾ 8 ടെസ്റ്റ് മത്സരങ്ങൾ 2024-25 സീസണിൽ കളിച്ച് അതിൻ്റെ 15 ഇന്നിങ്സുകൾ അദ്ദേഹം കളിച്ച് കഴിയുമ്പോൾ ലോവസ്റ്റ് ഫോർ എനി ബാറ്റർ, 15 ഇന്നിങ്സുകൾ കളിച്ചിട്ടുള്ള ടോപ്പ് 7 ബാറ്റേഴ്സിൽ ലോവസ്റ്റ് ഫോർ എനി ബാറ്റർ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ഒരു കണക്ക് നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വിരാട് കോഹ്ലിയുടെ കണക്കും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പം തീർച്ചയായിട്ടും വളരെ നിരാശാജനകമായിട്ടുള്ള കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളവും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളവും അടുത്ത ടെസ്റ്റ് വളരെ ക്രൂഷ്യലാണ്. അവരുടെ ഭാവി, ടെസ്റ്റ് ക്രിക്കറ്റിലെ ഭാവി എന്താകും എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.